അതിജീവിതയ്ക്ക് നീതി ലഭിക്കുന്ന എപ്പോഴാ? യഥാർത്ഥ പ്രതിയെ ശിക്ഷിക്കുമ്പോഴാ. നാണമുണ്ടോ നിങ്ങൾക്ക്? നാണം അല്ല യഥാർത്ഥ പ്രതിയെ ശിക്ഷിച്ചോ? ആരാ യഥാർത്ഥ പ്രതി? ഗൂഢാലോചനയായിരുന്നു. ഇതൊന്നും മുകളിലെ ജുഡീഷ്യറിയിലേക്ക് എത്തട്ടെ സാർ. ഇത് അന്തിമ വിധിയല്ലല്ലോ. ഇനി അടുത്ത കോടതിയിലേക്ക്, ഹൈക്കോടതിയിലേക്കും സുപ്രീം കോടതിയിലേക്കും ഒക്കെ എത്തട്ടെ. ആഹ്ലാദിക്കാം, അർമാദിക്കാം. അതിനിപ്പോ ഈ രാത്രിയിൽ കുഴപ്പമൊന്നും, ഞാനതിന് കുറ്റമൊന്നും പറയില്ല. പക്ഷേ ഒരല്പം സംയമനം നല്ലതാണ്. അയ്യോ, ഇനി ഹൈക്കോടതി മോശമാണെന്ന് പറയും. അല്ല, എന്തായാലും നമുക്ക് 3 തലങ്ങളിലുള്ള ജുഡീഷ്യൽ സിസ്റ്റം ഉണ്ടല്ലോ. ഇപ്പൊ ഏതായാലും ഒരു വിധിയെ പൂർണ്ണമായും തമസ്കരിക്കാനോ തള്ളിക്കളയാനോ നമുക്കൊരു മാധ്യമ ചർച്ചയിൽ പറ്റില്ല. അത് നിങ്ങളുടെ ഭാഗം മാത്രം എടുക്കുക. അപ്പോ അത് വരാനുള്ള ഒരു സാവകാശം കൊടുക്കുക. ഈ രാത്രിയിൽ ആഹ്ലാദിക്കുന്നതിന് കുറ്റമൊന്നും ഞാൻ പറയില്ല. ഒരു പാവപ്പെട്ട ഒരു മനുഷ്യൻ സിനിമാ നടനായിപ്പോയി, അപ്പോ സിനിമാ നടിയായി പോയ പെൺകുട്ടിയോ, സിനിമാ നടിയായി പോയ പെൺകുട്ടിയോ, അവർ നേരിട്ട ഇപ്പോഴും നേരിടുന്ന ട്രോമയോ, അതെന്താ സജീവൻ തിയേറ്ററിൽ വിഷയമല്ലാത്തത്? ഒരു മനുഷ്യന്റെ കരിയർ നശിപ്പിച്ചിട്ട് കരിയറല്ല, ഒരു പെൺകുട്ടിയുടെ ജീവിതം അപ്പാടെ അവർക്ക് ഇനി ജീവിച്ചിരിക്കുന്ന കാലത്തോളം ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന ആഘാതം, അവരുടെ ട്രോമ, അത് ചെറിയ കാര്യമാണോ? എന്റെ പൊന്ന് സജിതൻ ചേട്ടെ, സഹപ്രവർത്തകരെ റേപ്പ് ചെയ്യാൻ കൊട്ടേഷൻ കൊടുക്കുന്ന ആളുകളുടെ ജീവിതത്തിന്റെ മഹിമയോർത്ത് അല്ലെങ്കിൽ അതിന്റെ തകർച്ചയോർത്തുള്ള മനസ്താപമൊന്നും എന്തായാലും എനിക്കില്ല. താങ്കൾക്കുണ്ടെങ്കിൽ അത് താങ്കൾ വെച്ചോ. ഒരു പെൺകുട്ടി, അവരുടെ ജീവിതം, അവരുടെ കരിയറല്ല, അവരുടെ ജീവിതമാണ്. അവരുടെ ജീവനുള്ള കാലത്തോളം അവർക്ക് ആ ട്രോമ ഉണ്ടാവും. അതിനെ അങ്ങ് നിസാരവൽക്കരിക്കല്ലേ? ഇതുകൊണ്ടെല്ലാം അവസാനിച്ചു എന്നൊന്നും കരുതണ്ട. ഇനിയുണ്ടല്ലോ കോടതി, ഇനിയുണ്ടെന്ന കോടതികൾ ഇന്നുകൊണ്ട് അവസാനിച്ചിട്ടൊന്നുമില്ലല്ലോ. ഇനിയുണ്ട് കോടതി, ഇനിയുണ്ടല്ലോ കോടതി. അതുകൊണ്ട് ഒരു പൊടിക്ക് അടങ്ങ് സജി നന്ദിയാട്ടെ. ട്രയൽ കോടതി വിധി വന്നല്ലേ ഉള്ളൂ, ഒരു പൊടിക്ക് അടങ്ങ്. അതിജീവിതയും പറഞ്ഞിരുന്നു, അതിജീവിതയുടെ ഒപ്പം നിൽക്കുന്ന ആളുകളെല്ലാം തന്നെ പറഞ്ഞിരുന്നു, നോക്കൂ, ഇങ്ങനെയല്ല കേസ് മുന്നോട്ട് പോകേണ്ടത്, ഇങ്ങനെയല്ല എനിക്ക് ഫെയർ ട്രയൽ കിട്ടേണ്ടത്, എനിക്ക് ഫെയർ ട്രയൽ കിട്ടുന്നില്ല എന്ന് പറഞ്ഞ് കോടതി മാറണം എന്നാവശ്യപ്പെട്ട് സുപ്രീം കോടതിയും ഹൈക്കോടതിനെയൊക്കെ സമീപിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ നിർഭാഗ്യവശാൽ അവർക്ക് അത് അനുവദിച്ച് കിട്ടിയില്ല. പൾസർ സുനി പറയുന്നു, ഞാൻ ഇന്ന ആൾക്ക് വേണ്ടിയാണ് ചെയ്തതെന്ന്, അല്ലെങ്കിൽ ഇവർ പറയും. അപ്പോൾ അത് മാത്രം അംഗീകരിക്കാൻ പറ്റില്ല. ഇനി ആ മൊഴി ഒരിക്കലും എടുക്കാൻ തയ്യാറാകുന്നില്ല. ആ മൊഴിയിലേക്ക് സപ്പോർട്ട് ചെയ്യുന്ന മറ്റ് സാഹചര്യ തെളിവുകളൊന്നും തന്നെ എടുക്കുന്നില്ല. ഇതൊക്കെ അപ്രീഷിയേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതൊരു വലിയ മനസ്സാണ്. കോടതിയുടെ മനസ്സ് എങ്ങനെ ഇരിക്കണം? കോടതിയുടെ മനസ്സ് കുറ്റം, ഒരു ക്രൈം നടന്നിട്ട് ഈ ഇപ്പം നമ്മുടെ സൗമ്യ മരിച്ചു, സൗമ്യനെ റേപ്പ് ചെയ്ത് കൊന്നു, സൗമ്യ റേപ്പ് ചെയ്യപ്പെട്ടു എന്ന് മാത്രമേ തെളിഞ്ഞിട്ടുള്ളൂ, അതിൽ മാത്രമേ ശിക്ഷ കിട്ടിയിട്ടുള്ളൂ. സൗമ്യ കൊല്ലപ്പെട്ടൊന്നുമില്ല, പക്ഷെ സൗമ്യ മരിച്ചു കഴിഞ്ഞു. സൗമ്യനെ ആരും കൊന്നു? ഗോവിന്ദചാമി കൊന്നിട്ടില്ല, കോടതിയുടെ മുന്നിൽ ഗോവിന്ദചാമി കൊണ്ടിട്ടില്ല. അതാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്.